എഫ് എന്നിലെ 2 n ടപ്പിൾസ് എടുത്തു, ഈ കോയ പാത്തുമ്മ എന്നൊക്കെ പറഞ്ഞ മാതിരി. അപ്പം ഇതിപ്പോൾ ആരുടെ പേരാണ്? ഈ വെക്ടറിൻ്റെ പേരാണ് അല്ലേ? കോയ ജലീലിൻ്റെ പുതിയ പേരാണെന്ന് പറഞ്ഞാൽ ഇത് ഈ വെക്ടറിൻ്റെ പുതിയ പേരാണ്. അപ്പോൾ ഇതിനെ ഞാൻ യു എന്ന് വിളിക്കട്ടെ കേട്ടോ, ഇതിനെ യു എന്നാക്കി മാറ്റി. അപ്പോൾ ഇതും ഇവിടുത്തെ ഒരു വെക്ടറിൻ്റെ പേരായിരിക്കില്ല. അത് ഏത് വെക്ടറായിരിക്കും? d1 × v1 പ്ലസ് എറ്റ്സെട്രാ പ്ലസ് dn × vn അല്ലേ? dn × vn. അതിനെ ഞാൻ വി എന്ന് വിളിക്കുക. ഇതിൻ്റെ പുതിയ പേരാണ് അല്ലേ? ജലീലിൻ്റെ പുതിയ പേര് കോയ, മുഫീദിൻ്റെ പുതിയ പേര് പാത്തുമ്മ എന്ന് പറഞ്ഞ മാതിരി ഈ വെക്ടറിൻ്റെ പുതിയ പേരാണിത്, ഈ വെക്ടറിൻ്റെ പുതിയ പേരാണിത്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ഇവരുടെ സമ്മാണ്. ഇതുപോലെ കോയൻ്റെയും പാത്തുമ്മൻ്റെയും പിന്നെ മൂത്ത മകൻ എന്ന് ചോദിച്ച മാതിരി ഞാൻ ചോദിക്കുകയാണ് ഇവരുടെ സം. അപ്പോൾ നിങ്ങൾ ഇവരുടെ സമ്മ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഫ് എന്നിലെ അറിവ് വെച്ചിട്ട് പറയരുത്. അതായത് ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് എന്നിൽ 2 വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പം ഇതിൻ്റെ സമ്മ എന്താ വരിക? C1 പ്ലസ് d1 എറ്റ്സെട്രാ Cn പ്ലസ് dn ഞങ്ങൾ പറയാം. പക്ഷേ ഇതേതുപോലെയാണ് നേരത്തെ കോയൻ്റെയും പാത്തുമ്മൻ്റെയും മൂത്ത മകനാരാന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അടുത്ത പുരയിലെ കോയൻ്റെയും പാത്തുമ്മൻ്റെയും കാര്യം ആലോചിച്ചിട്ട് അടുത്ത മൂത്ത മകൻ്റെ പേര് മരക്കാരാണെന്ന് പറഞ്ഞ മാതിരിയാണ്. അതിവിടെ നോക്കരുത്. ഇവിടെ കോയയും പാത്തുമ്മയും ഞങ്ങളെ പേരാണ്. അപ്പോൾ ഞങ്ങളെ മൂത്ത മകൻ്റെ പേര് വരണം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇത് ഉത്തരം പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇത് നിങ്ങളെ എഫ് എന്നിൽ ഓൾറെഡി ഉള്ള നിങ്ങളൊരു അറിവാണ്. നിങ്ങളെ പരിചയത്തിലൊരു എഫ് എൻ ഉണ്ട്. ആ എഫ് എന്നിൻ്റെ അകത്ത് 2 വെക്ടേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം അതല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ ഇപ്പോൾ ഈ വെക്ടേഴ്സ് ആരുടെ പേരാണ്? ഇവരുടെ പേരാണ്. അപ്പോൾ ഇത് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ 2 വെക്ടേഴ്സിനെ കൂട്ടുക അല്ലേ? ഇവരുടെ മൂത്ത മകൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവരുടെ മൂത്ത മകനാണ്. അതേമാതിരി ഈ 2 വെക്ടേഴ്സിൻ്റെ സം ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 2 വെക്ടേഴ്സിൻ്റെ സമാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു ആയിട്ട് വേണ്ടി എന്താണ്? ഈ 2 വെക്ടേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വെക്ടറിൻ്റെ പുതിയ പേരവിടെ അല്ലേ? ഇവരുടെ മൂത്ത മകൻ്റെ പുതിയ പേര് എന്ന് പറഞ്ഞ മാതിരി ഈ 2 വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവർ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന വെക്ടറിൻ്റെ പുതിയ പേരാണ് ഇവിടെ നിങ്ങൾ പറയേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഓർമ്മയുള്ള എഫ് എന്നിലെ നിങ്ങളെ അയൽപ്പക്കത്തുള്ള കാര്യം ഇവിടെ കൊണ്ടുവരരുത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കൂട്ടാം. ഇപ്പോൾ u + v കാണാം. u + v = C1 + d1 × v1. ഇതാണ് u + v. ഇവിടുത്തെ പുതിയ വെക്ടർ. ഈ യുവും വി കൂട്ടിയാൽ കിട്ടുന്ന വെക്ടർ. ഇതിൻ്റെ പുതിയ പേര് വേണം ഇവിടെ പറയാൻ. ഇതിൻ്റെ പുതിയ പേര് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് അല്ലേ? ഇതിൻ്റെ അല്ലേ? ഇത് ഇവിടെ വരുന്ന കോഎഫിഷ്യൻസ് എന്തൊക്കെയാണ്? ഇത് ഇതേ ഓർഡറിൽ ഇവിടെ എഴുതുമ്പോൾ എന്തൊക്കെ കിട്ടും? C1 + d1 എറ്റ്സെട്രാ Cn + dn. ലക്കീലി അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ്ലി ഉത്തരം ഇത് തന്നെ വന്നത്.